അല്ല. എന്താണ് ഇപ്പം താങ്കൾ പറഞ്ഞു വലിയ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് പറഞ്ഞു, സർവകാല റെക്കോർഡ് സൃഷ്ടിക്കുന്നു? ഭൂരിപക്ഷം നമുക്കിപ്പോൾ അളക്കാൻ പറ്റില്ല, അത് എണ്ണിക്കേണ്ടേ പറയാൻ പറ്റും. 82,000 വോട്ടാണ് കഴിഞ്ഞ തവണ കിട്ടിയത്, സർവകാല റെക്കോർഡ് വോട്ട്. ആ വോട്ടിനെ മറികടക്കാനാണ്. അത് ജനങ്ങൾ ഏറ്റെടുത്ത ഈ തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ ഓരോരുത്തരാണ് സ്ഥാനാർത്ഥി, ഞാൻ മാത്രമല്ല. എല്ലാ ബന്ധങ്ങളും വോട്ടാക്കി മാറ്റാനുള്ള ഇടപെടലാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. 5 കൊല്ലം MLA ആയപ്പോഴും ഈ സ്നേഹം ലഭിച്ചതാണ്. അതിപ്പോൾ സ്ഥാനാർത്ഥിയാകുമ്പോഴും ലഭിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് വോട്ട് പറഞ്ഞു. ഇതിലെ ഒന്നിന്റെ ചോദ്യം കൂടെ, ഒരു വികസനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം എതിരാളികൾ ഉന്നയിക്കുന്നത് വികസനം നടന്നിട്ടില്ല, തീരെ കഴിഞ്ഞ 5 വർഷമായി വികസനം നടന്നില്ല, ഒരു പ്രസവാശുപത്രി പോലും ഇല്ല എന്നൊക്കെ ഒരു ആരോപണം. എതിരാളിക്ക് പറയേണ്ടത് പറയാലോ. എതിരാളിക്ക് വ്യക്തിഹത്യ നടത്താം, എതിരാളിക്ക് വ്യക്തി അധിക്ഷേപം നടത്താം. തിരിച്ച് അതേ ഭാഷയിൽ പറയണോ വേണ്ടയോ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതെന്തായാലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു വികസനവും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് അത് ജനം വിശ്വസിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് വോട്ട് ചെയ്യില്ല. വികസനം നടന്നോ നടന്നില്ലേ എന്നൊക്കെ വോട്ട് എണ്ണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആളുകൾ ഇതൊക്കെ സ്വന്തം ജീവിതത്തിലെ അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നവരാ. എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ ഈ നാടിൻ്റെ മാറ്റങ്ങളെ തിരിച്ചറിയുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് അവരെ അപമാനിക്കുന്നതിന് തുല്യമായത്. ഈ നാട്ടിലെ ജനങ്ങൾ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇവിടെ ഒരു വികസനവും നടന്നിട്ടില്ല എന്ന് പറയുന്നത്. അല്ല, എന്നെ അപമാനിക്കലല്ല. എന്നെ കുറെ രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അത് തുടർന്നോട്ടെ, അതിലെനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വികസനമൊന്നും നടന്നില്ല എന്ന് പറയുന്നത് നാടിനെ അപമാനിക്കലാണ്. കാരണം ഈ നാട് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് വികസനമായി വന്നത്. അതുകൊണ്ട് അതിന് മറുപടി ജനം പറഞ്ഞു.